മിനിസ്റ്റർ വന്നിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാധാരണ സന്തോഷം, വീട്ടിലേക്ക് സന്തോഷം. കുറെ നാളായിട്ട്, അതായത് എനിക്കൊരു 4 വർഷമായിട്ട് വിചാരിക്കുന്നു വീട്ടിൽ കപ്പി കുടിക്കണമെന്ന് ചോദിച്ചു. ഇപ്പോഴാണെന്ന് നടന്നത്. അപ്പോ സുഖമായിട്ട് കുടിക്കാം. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ മാനവം വീതിയില് ONV കുറുപ്പിന്റെ പഴയ ഓർമ്മകളൊക്കെ കരുത്തിൽ പാട്ടൊക്കെ കേട്ട് എക്സസൈസ് ചെയ്യുന്നവരൊക്കെ കണ്ടുള്ള ഞങ്ങളൊരു ചങ്ങാതി പറഞ്ഞു, അതായത് എക്സസൈസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ചായ കുടിക്കും. അപ്പൊ ചായ കുടിക്കുമ്പോ കുഴപ്പമില്ല, ഇച്ചിരി ഷുഗർ ഇല്ലോന്നല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പുള്ളി കഴിഞ്ഞു. അതോടുകൂടി ആ രാവിലെ ചെയ്ത എക്സസൈസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ സെഷൻ തീരുകയാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഈ നിയമസഭാ കാലം? നല്ല നിയമസഭാ കാലം. ഇത്തവണ പക്ഷേ ഷോർട്ട് പീരീഡ് അല്ലേ ഉണ്ടായുള്ളൂ. ഇനിയിപ്പോ മാർച്ച് 3-ാം തീയതി വീണ്ടും ആരംഭിക്കും. മാർച്ച് 3-ാം തീയതി ആരംഭിച്ചാൽ ഇന്നലെ നമ്മുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടി 25 വരെയാണ് സെഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ഫുൾ ബഡ്ജറ്റ് ആയിരിക്കും. അപ്പോ നമ്മളിപ്പോ ആദ്യം 5 ദിവസം ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനെടുത്തു. ഇപ്പോ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടത്തി. ഇന്നിപ്പോ രാവിലെ ഉപധനാഭ്യർത്ഥനകൾ പാസ്സാക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും സഭയുള്ള ദിവസമാണ്. അപരാഹ്ന സമ്മേളനമുണ്ട്. 2 ബില്ലുകൾ, വയോജന കമ്മീഷനും കേരളത്തിലെ വ്യവസായവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും കൂടിയുള്ള 2 ബില്ലുകൾ കൂടി അവതരിപ്പിച്ച് ഇന്നേക്ക് സഭ പിരിയും. ഇന്നേക്ക് സഭ പിരിഞ്ഞാൽ പിന്നെ 3-ന് വീണ്ടും ആരംഭിക്കും. 3-4 കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 10-ാം തീയതി നടപടിക്രമം. രാവിലെ എങ്ങനെയാ പൊതുവെ എണീറ്റ് ഒരു നടത്തമൊക്കെ ഉണ്ടോ? രാവിലെ നടത്തുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? രാവിലെ ഇവിടെ പോയാൽ നേരെ നമുക്ക് പാളയം AKG സെന്റർ വഴി നിയമസഭയൊക്കെ ഒന്ന് കറങ്ങി നേരെ എല്ലാ ദിവസവും രാവിലെ ഒരു 6:30 സാധാരണ നമ്മൾ ഈ നവകേരള സദസ്സിൽ വന്നപ്പോഴാണ് കൃത്യമായിട്ട് പങ്ക്ച്വലായിട്ട് നടക്കുന്ന മിനിസ്റ്ററിൽ ഒരാളാണ് നമ്മുടെ മിനിസ്റ്റർ. അതേപോലെ വേറെ ആളുണ്ട്, നമ്മുടെ വാസവ മിനിസ്റ്റർ. അത് രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ കൂടി ചോദിച്ചോട്ടെ. പ്രത്യേകിച്ച് ഈ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾ ഇന്നലെ എന്നോട് പേഴ്സണലായ സംശയങ്ങൾ നമ്മൾ ആ വാർത്ത കൊടുക്കുന്ന സമയത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ടൗൺഷിപ്പായിട്ട് മാറാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അത് ഉണ്ടോ? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എത്ര പേരാണ് ഗുണഭോക്താക്കളായി വരുന്നത് എന്ന് കണ്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. 2 എസ്റ്റേറ്റുകൾ എടുക്കാൻ തത്വത്തിൽ ഗവൺമെന്റ് അറിയുന്നത് പോലെ ഒക്ടോബർ 4-ന് തന്നെ തത്വത്തിൽ ഇറങ്ങി 27-ാം തീയതി ഡിസംബർ 27-ാം തീയതി കോടതിയും അത് അംഗീകരിച്ചു. 2 സ്ഥലത്തും സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി. അവിടെ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ തുക നിശ്ചയിക്കാനുള്ള നടപടിക്രമങ്ങൾ തീർന്നു. ഇനി നമുക്ക് ഗുണഭോക്താക്കളുടെ വിശദാംശം വേണം. ആദ്യത്തെ പട്ടികയിൽ 242 എല്ലാവരും അംഗീകരിച്ചു. ഒരു തർക്കവും ബാക്കിയില്ല. അന്ന് നമ്മൾ പറഞ്ഞ പോലെ ഡബിളിംഗ് ഒക്കെ മാറി, ഒരു പ്രശ്നമില്ലാതെ പ്യൂരിഫൈ ആയി. ഇനി 2ാമത്തെ ലിസ്റ്റിൽ 2 തരത്തിലാണ്. ഒന്ന് സോണിനകത്ത് അപകടകരമായിട്ടുള്ള നോട്ട് ഗോ സോണിനകത്ത് പെടുന്നവർ, പിന്നെ ഐസൊലേറ്റഡ്. അതിന്റെ ലിസ്റ്റിന്റെ അവസാന നടപടിക്രമങ്ങളിലാണ്. ഈ മാസം തന്നെ അത് പൂർത്തീകരിക്കും. അപ്പോ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യം നമ്പർ അറിയാം. ഇനി ഇതിൽ നിന്ന് തന്നെ സർക്കാർ പ്രഖ്യാപിച്ച 15 ലക്ഷം രൂപ മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് ചിലർക്കൊക്കെ അത്യാവശ്യം പോകണം എന്ന് പറഞ്ഞു. അപ്പോ അവർക്ക് ആ അവകാശം ഉപയോഗിക്കാനുള്ള അധികാരം ഉണ്ട്. അവർക്ക് ആ അവകാശം കൂടി അവർ ഉപയോഗിച്ചാൽ പിന്നെ അതുകൂടി കഴിഞ്ഞാൽ കൃത്യം നമ്പർ നമുക്ക് കിട്ടും. അപ്പോ 2 വേണമെങ്കിൽ 2-നും സർക്കാർ റെഡി. 1-ലേക്കുള്ള ആളെ ഉള്ളുവെങ്കിൽ ആ വിധത്തിലാണ്. ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 15 ലക്ഷം വാങ്ങി പോകുന്നവർ കുറച്ചുപേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചുപേരുണ്ടാകണമെങ്കിൽ അവരുടെ അവകാശത്തെ ഹനിക്കരുത്. കാരണം ഞങ്ങൾക്ക് മറ്റൊരിടത്ത് പോകാനുണ്ട്, ഞങ്ങൾക്ക് സർക്കാർ തരുന്ന സഹായം മതി, ഞങ്ങൾ അവിടെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞാൽ അത് പാടില്ല. ടൗൺഷിപ്പിൽ തന്നെ വരണം എന്ന് നമുക്ക് പറയുന്നത്. നിലവിൽ 2 ടൗൺഷിപ്പ് എന്ന നിലയിൽ തന്നെയാണ്. എന്നാൽ എണ്ണം പരിഗണിച്ചുകൊണ്ടായിരിക്കും അത് 2 ടൗൺഷിപ്പിൽ തന്നെ ഒതുങ്ങണമോ അതല്ല അതിന് ഒരു ടൗൺഷിപ്പിലേക്കുള്ള ആളെ ഉള്ളുവെങ്കിൽ ഒരു ടൗൺഷിപ്പിലേക്ക് ഒതുങ്ങുകയും ബാക്കിയുള്ളവർക്ക് 15 ലക്ഷം കൊടുത്ത് അവരെ സ്വതന്ത്രമാക്കി വിടുകയും ചെയ്യുക. അതാണ് സർക്കാരിന്റെ നിലപാട്. അതെ, തീർച്ചയായിട്ടും. കാരണം പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ എപ്പോഴും റിപ്പോർട്ടറിലൂടെ ഈ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഞാനതിൽ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം അതത് സമയത്ത് ആ പ്രശ്നങ്ങൾ പോസിറ്റീവായി നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുകയും പരമാവധി പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കാണുകയും ചെയ്യുന്നു. അപ്പോ ആ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനുള്ള ശ്രമത്തിൽ അപ്പോ ആവട്ടെ, ഞാൻ നോക്കിക്കോളാം കേട്ടോ. എവിടുന്നാ വരുന്നേ? സമരത്തിൽ പത്തനംതിട്ടക്കാരാണ്. അവിടെ നിന്ന് മാറിപ്പോകേണ്ടി വന്ന ആളുകളാണ്. ഞങ്ങളിപ്പോ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി ആ ഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കാനുള്ള ശ്രമങ്ങളിലാണ്. ധൈര്യമായിട്ട് മോനെ പോലെ വരാന്നുള്ളത് കൊണ്ട് രാവിലെ തന്നെ. എവിടുന്നാ വരുന്നേ? അരിപ്പേന്നാണോ വരുന്നത്? അല്ല, അരിപ്പേന്നല്ല, പത്തനംതിട്ട നിന്നാണ് വരുന്നത്. അരിപ്പേന്ന് ഇറങ്ങിയിട്ട് 4 വർഷമായി. ഇപ്പൊ ഞങ്ങൾ പുറത്തു നിന്നാണ് അവിടെ പത്തനംതിട്ട വാടക വീടുകളിലൊക്കെ താമസിക്കാണ്. എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങള് 260 പേരുണ്ട്.
ഒരു ലിസ്റ്റെല്ലാം നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞു. കൊല്ലം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആളുകൾ രാവിലെ വരും മിനിസ്റ്റർ. ഇത് പട്ടയം ഒരു വല്ലാത്ത പ്രശ്നമാണ് പ്രശ്നം. നമ്മുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളിലേക്ക് ഏറ്റവും താഴ്ന്നിറങ്ങാൻ നമ്മൾ തീരുമാനിച്ചുകൊണ്ട് അവര് ചിലപ്പോ ഇവരുടെ പ്രശ്നം പരിഹരിക്കും. അവരുടെ പ്രശ്നം പരിഹരിക്കും. നമ്മളൊരു സന്തോഷമായി. പിന്നെ അരുൺകുമാർ, അതെ, അരുൺകുമാർ. ഞാൻ എപ്പോഴും വാർത്ത നോക്കുന്നുണ്ട് അല്ലേ? കഷണ്ടി കണ്ടപ്പോ മനസ്സിലായി. അല്ല, മുട്ടയെന്നാ നാട്ടുകാരെ വിളിക്കുന്നത്. ഇതാണ് ഐക്യൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് വയനാട്ടില് അദ്ദേഹത്തിന്റെ സർവ്വ കാര്യങ്ങളും ഞാൻ കണ്ടുകൊണ്ടിരിക്കണം. മിനിസ്റ്ററൊക്കെ സംസാരിക്കുന്നത് എപ്പോഴും കാണും. 24 വാർത്ത വെച്ച് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മൂത്ത മകന്റെ പ്രായം ഉണ്ടാവും. എനിക്ക് ഭൂമി തന്നിട്ടേ പോകാവൂ എന്ന് ഞാൻ എപ്പോഴും വന്ന് കരഞ്ഞു പറയാം. പോകാനില്ല, ഞങ്ങളുണ്ടാകും കൂടെ, ഞങ്ങളുണ്ടാകും. 1150 കുടുംബമുണ്ട്, ഉണ്ടാകും. താങ്ക് യു.